കുറേ ആയി അമ്പലത്തിലേക്കൊക്കെ ഒന്ന് പോയിട്ട് പോകാൻ പറ്റാത്ത കുറേ സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് പോവാഞ്ഞത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പൂജയാണ്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള തിരക്കിലാണ്. അപ്പോൾ രാവിലെ ഞാൻ കലത്തപ്പമാണ് ഉണ്ടാക്കിയത്. പിന്നെ റവ വേഗം ഉണ്ടല്ലോ, വലിയ വലിയ കടികളൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. അപ്പോൾ പിന്നെ കലത്തപ്പവും റവ ഉണ്ടാക്കി. കലത്തപ്പത്തിന് ഞാൻ പിന്നെ തലേന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ കലത്തപ്പം ഒരു വട്ടം ഉണ്ടാക്കിയപ്പം പാളിയെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച പോലെ ആയിട്ടില്ല. എനിക്കിങ്ങനെ കേക്ക് പോലെ നടു ഇങ്ങനെ പൊങ്ങി വരണം. എനിക്കതാണ് എൻ്റെ പിന്നെ നല്ലോണം ആരൊക്കെ ആയിട്ട് അങ്ങനെ നല്ല ഉഷാറായിട്ട് കിട്ടണം. അപ്പോഴേ എനിക്ക് സമാധാനം കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഇന്നുണ്ടാക്കിയ കലത്തപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യുകൊണ്ട് കേട്ടോ. പിന്നെ വീഡിയോ കാണുന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ഇടുക. ലൈക്ക് ഇട്ടാൽ എൻ്റെ കുഞ്ഞു വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ കൂടുതലെത്തും. പിന്നെ അതുപോലെ തന്നെ കമൻ്റ് ഇടുക ഒക്കെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം അങ്ങനെ കണ്ടില്ലേ, എൻ്റെ കലത്തപ്പം നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. തേങ്ങേൻ്റെ കൊത്തിട്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒന്ന് ഇതായി നിൽക്കുന്നത്. അത് കുഴപ്പമില്ല, മോൾക്ക് ഇഷ്ടമല്ല തേങ്ങ ഇടുന്നത്. പിന്നെ അതുപോലെ തന്നെ തേങ്ങ ഇല്ല കേട്ടോ, മെയിൻ അതാണ് റീസണ്. തേങ്ങ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇട്ടില്ല. അപ്പോൾ ഇങ്ങനെ ആയാലും തിന്നാൻ ടേസ്റ്റാണ്. തേങ്ങേൻ്റെ ആവശ്യമൊന്നുമില്ല, ചെറിയുള്ളി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഇത്ര നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമ്മളെ കലത്തപ്പം. ഇതിന് വലിയ പണിയൊന്നുമില്ല കേട്ടോ. ആദ്യമൊക്കെ പഠിച്ചെടുക്കാൻ കുറച്ച് ടാസ്ക് എനിക്ക്. പിന്നെ എനിക്കതിൻ്റെ ABCD മനസ്സിലായി. ഇപ്പോൾ പെർഫെക്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കും. ഞാൻ അപ്പം തന്നെ കലക്കിയിട്ട് ചുടുന്ന കലത്തപ്പല്ല കേട്ടത്. എനിക്ക് ഒരു നല്ലോണം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കലത്തപ്പാണ് എനിക്കിഷ്ടം. എനിക്ക് അപ്പം തന്നെ ഉണ്ടാക്കുന്ന ആ സോഫ്റ്റ് പഞ്ഞി പോലുള്ള കലത്തപ്പയ്ക്ക് ഇഷ്ടമല്ല. ചെറുതായിട്ടൊരു കട്ടിപ്പും കാര്യങ്ങളും ഉള്ള ഒരു കലത്തപ്പത്തിനോടാണ് എനിക്ക് താല്പര്യം. അപ്പോൾ രാവിലത്തെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് റവയും കലത്തപ്പമാണ്. അപ്പോൾ പിന്നെ വേഗം ഉണ്ടല്ലോ പണിയെന്ന് വെച്ചിട്ട് അമ്പലത്തിൽ പോകാൻ ഉള്ളതുകൊണ്ട് വേഗം ആക്കിയതാണ്. അപ്പോൾ ഇങ്ങനെ എന്തായാലും ഞാൻ മോനും മോക്കും ചായ കൊടുക്കട്ടെ കേട്ടോ. എത്തിയിട്ട് ചായ കുടിക്കുമ്പോൾ ഓല് കുഴങ്ങും. അപ്പോൾ പിന്നെ ഓൽക്ക് കുറച്ച് ചായയൊക്കെ കൊടുത്തിട്ട് വേണം കൊണ്ടുപോകാൻ. എനിക്കിഷ്ടമില്ലാത്തൊരു കടിയാണ് ഈ റവയോട് എനിക്ക് ഒട്ടും താല്പര്യമല്ല. എപ്പോഴെങ്കിലും കഴിക്കും, അത്രേ ഉള്ളൂ കേട്ടോ. റവ വാങ്ങൽ ചുരുക്കമാണ്. മറ്റു കടികൾ ഉണ്ടാക്കുക എന്നല്ലാതെ റവ ഇവിടെ മേടിക്കലേ ഇല്ല. പിന്നെ ഇന്ന് ടൈമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒന്നും ഉണ്ടാക്കാഞ്ഞത്. അപ്പോൾ പിന്നെ അതൊന്നും ഉണ്ടാക്കിയില്ല. വേഗം ആവണ കടികൾ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ കലത്തപ്പവും പപ്പടവും റവയും ഇതാണ് ഇന്നത്തെ ഇത് രാവിലത്തെ ഫുഡ്. ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ, മക്കൾക്ക് മാത്രം കൊടുക്കണുള്ളൂ. അവർ അമ്പലത്തിൽ എത്തി അവിടുന്ന് അവിടുത്തെ പ്രസാദമൊക്കെ കിട്ടുമ്പോൾ കുറച്ച് ടൈം ആവില്ലേ. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് കുറച്ച് കൊടുത്തിട്ട് പോവുക. കഴിക്കുന്നുണ്ടാവില്ല, എന്നാലും നമ്മൾ ഉണ്ടാക്കി വയ്ക്കുക. പിന്നെ ഇനി വന്നിട്ട് നമുക്കും വേണമെങ്കിൽ കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയായി. ചായയുടെയും കാര്യങ്ങളും മക്കളതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മാറ്റി. കണ്ടില്ലേ, മഴ പെയ്തു. മഴ പെയ്യുമ്പോഴേക്കും ഞങ്ങൾക്ക് പോകണം എന്ന് വെച്ച് നിൽക്കുന്നു. പക്ഷെ നല്ല മഴ കോരി ചൊരിയുന്ന മഴയാണ്. മകന് കണ്ടില്ലേ തേജുട്ടിന് മുണ്ടൊക്കെ എടുത്ത് സെറ്റായി. എന്തായാലും മഴയൊക്കെ ഒന്ന് തോന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്പലത്തേക്ക് ഇറങ്ങിയിട്ടോ. ഞങ്ങൾ അമ്പലത്തേക്ക് പോണ വഴിയാണിത്. അപ്പോൾ കുറച്ച് ദൂരം പോവാനുണ്ട് അമ്പലത്തേക്ക്. അപ്പോൾ ഞങ്ങളങ്ങനെ കുടയൊക്കെ ചൂടി പോവാണ്. വലിയൊരു കുടയും ചൂടിയിട്ടാണ് തേജുട്ടൻ പോണത്. ആ കുട തരുന്നതന്നെയല്ല, അങ്ങനെ ഒറ്റയ്ക്ക് നടക്കാത്തൊരാളായിരുന്നു. എവിടേക്ക് പോകണമെങ്കിലും ഓനെ എടുക്കണം. ഓന് അമ്പലം വരെ വീട്ടിൽ നിന്ന് അമ്പലം വരെ ഓന് നടക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നടക്കട്ടെ എഴുതി ഞാൻ. അപ്പം അങ്ങനെ എന്തായാലും അമ്പലത്തേക്ക് എത്തിയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം. മഴയാണ്, ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എങ്ങനെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായി ഞാൻ അമ്പലത്തേക്ക് പോയിട്ട്. അപ്പോൾ ഇന്നൊന്ന് പോകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ പറ്റാത്ത ഓരോ കാര്യങ്ങളും ഒക്കെ ആവും. ചിലപ്പോൾ ഞാൻ അവിടെ ഉണ്ടാവില്ല, എനിക്ക് പറ്റൂല, അങ്ങനെയൊക്കെ ആയതുകൊണ്ട്. അപ്പം അങ്ങനെ ഒരു കാട്ടിലാട്ടോ ഞങ്ങളെ അമ്പലം. ഒരു കാട് പറഞ്ഞാൽ നല്ല കാടാണ്, മലങ്കാട്, വല്ല പന്നിയും പുലിയൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ കാടാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളെ അമ്പലം. ഞങ്ങൾ കുടുംബക്ഷേത്രമാണ് കേട്ടോ ഈ കാണുന്നത്. മാസത്തിലെല്ലാ ഞായറാഴ്ചയും ഇവിടെ പൂജ ഉണ്ടാവും. അപ്പോൾ ഞങ്ങളൊക്കെ എല്ലാവരും വരലുണ്ട്. പറ്റാത്തവർ മാറിക്കും. പിന്നെ ഇത് കാവിലും അങ്ങനെ കുറേ പ്രതിഷ്ഠകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗണപതി, അതുപോലെ സരസ്വതി, ഭഗവതി, അങ്ങനെയൊക്കെ കുറേ നല്ല രസമാണ് കാവ് കാണാൻ. മങ്കികളൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഇന്ന് തേജുട്ടൻ പോകുന്നത് എന്താണെന്നോ, മങ്കീനെ കാണാൻ വേണ്ടി പോകുന്നതാണ്. ഒരു ദിവസം വന്നപ്പോൾ മങ്കികളുണ്ടായിരുന്നു. ഇത് പിന്നെ അമ്പലം. അങ്ങനെ
തൊഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഞാൻ വേഗം ഫുഡ് അടിക്കുക, നല്ല വിശപ്പ്. അമ്പലത്തിൽ റവയും പ്രസാദം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് കുറച്ചൊക്കെ കഴിച്ചു. പിന്നെ വീട്ടിൽ ബാക്കിയാവില്ലേ, അപ്പോൾ പിന്നെ വീട്ടിലെത്തിയിട്ട് വീട്ടിലത്തൊന്നും കഴിച്ചു. അങ്ങനെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകിട്ടായപ്പോൾ തന്നെ ഏട്ടന് കുറേ പച്ചക്കറിയും പിന്നെ അതുപോലെ എന്തൊക്കെ പൊക്കവട, അതിക്കുള്ള ചമ്മന്തിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് ഞങ്ങളെല്ലാവരും കൂടെ അത് 4 മണിയൊക്കെ ആകുമ്പോൾ ചായയൊക്കെ ഉണ്ടാക്കിയതൊക്കെ നല്ലപോലെ കഴിക്കുകയാണ്. അപ്പോൾ അതിന് തേജുട്ടിനല്ലേ എന്ത് കിട്ടിയാലും ഒന്നായിട്ടിട്ട് വേണം. എനിക്കൊന്നൊരു കഷ്ണം തന്നില്ല, കൂട്ടി കുഴച്ച് കഴിക്കുക. ഞാൻ ചീത്തറിയാം, അത് മുഴുവൻ തന്നിട്ടില്ലെങ്കിൽ എൻ്റെ പല്ലിന് കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ ചീത്തറിയാണ്. ഞാൻ ആവശ്യമുള്ളത് തിന്നണം കുട്ടികൾ. ഫസ്റ്റ് കുറച്ച് തിന്നുക, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ എടുത്താൽ പോരെ. ഇത് ഒന്നായിട്ട് എടുത്താൽ കിടന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കും തിന്നാനും പറ്റില്ല, ബാക്കിയാക്കും ചെയ്യും. അപ്പം അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം അങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്ക് പിന്നെ ഒന്നും വേണ്ട, ഒന്ന് തിന്നുമ്പോഴത്തേനും ഓക്ക് മതിയായി. ഓൾ അറിയാക്കിയത് മതി എന്നൊക്കെ പറഞ്ഞ് ഓൾ കൊടുക്കുകയാണ്. ഓളത് കഴിഞ്ഞു, ഓൾ വേഗം എസ്കേപ്പായി. അപ്പം അങ്ങനെ രാത്രിയായിട്ടോ. രാത്രിയായപ്പോൾ ഒരാളെ കാണാനില്ല എന്നല്ല, അവിടെ ഏട്ടൻ്റെ പേരക്കുട്ടിക്ക് വന്നതുകൊണ്ടേ അപ്പം അങ്ങോട്ട് പോയതാണ്. അപ്പം ഓൻ വരുന്നില്ല, ചോറിനാണെന്ന് വിളിച്ചിട്ട് വരുന്നില്ല. അതിൽ പിന്നെ റംബൂട്ടാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഓൻ വരുന്നുണ്ട് കേട്ടോ. അതിൽ പിന്നെ പാവം ഞാൻ എൻ്റെ കുട്ടീനെ പറ്റിച്ചു. നൈറ്റിൽ കുറച്ച് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, കുറച്ചുള്ളൂ. 1 ഗ്ലാസ് അരി കൊണ്ട് ഉണ്ടാക്കിയതാണ്, ഒരു പരീക്ഷണം. സ്പൈസ് വിത്ത് ടേസ്റ്റ് എന്നുള്ള നിഷ ചേച്ചീൻ്റെ ചാനലുണ്ട്. അപ്പോൾ ചേച്ചി ഉണ്ടാക്കിയാണ് ഈ ലെമൺ റൈസ്. അപ്പോൾ ചേച്ചീനെ കണ്ടപ്പോൾ എനിക്കൊരു മോഹം ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. താങ്ക് യു നിഷ ചേച്ചി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളെ ഫുഡ് ഇതാണെന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ, വലിയ പണിയും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിക്ക് ഞാൻ ഒരു മുട്ടയൊക്കെ പുഴുങ്ങി അതൊക്കെ ഒന്ന് റോസ്റ്റ് ആക്കിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.